ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് നമുക്കിടയിൽ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ മലയാളി എന്ന വാക്കിന്, അതിന്റെ അർത്ഥത്തിന് ഒരുപാട് സത്യവും ആത്മാർത്ഥതയുമുണ്ട് എന്ന് തെളിയുന്നത് ആ വാക്കിന്റെ കീഴിൽ വരുന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുമ്പോഴാണ്. പരസ്പരം പഴിചാരാതെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പണത്തിന്റെയും ഭിന്നിപ്പുകൾ മറന്ന് മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി ഒരു ദുരന്ത ഭൂമിയിൽ പണിയെടുക്കുന്നു. മുഖ്യമന്ത്രിയും മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് തങ്ങളുടെ സംസ്ഥാനത്തെ ഒരു അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അതിൽ പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നത് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാർ ഉരുൾപൊട്ടിയിടത്ത് ചെളിയിലിറങ്ങി രക്ഷാപ്രവർത്തകരോടൊപ്പം ജോലി ചെയ്യുന്നത് മറ്റൊരു സംസ്ഥാനത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. മാസാവസാനമായിട്ടും മിഡിൽ ക്ലാസും ലോവർ മിഡിൽ ക്ലാസും 100ഉം 500ഉം 1000വുമായി മിച്ചം വരുന്ന തങ്ങളുടെ സമ്പാദ്യമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. അപകടം നടന്ന മണിക്കൂറുകൾ തികയും മുൻപ് ദുരന്ത സ്ഥലത്തുള്ളവർക്ക് രക്തം നൽകാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ ഭാര്യ റെഡിയാണ് എന്ന് പറയുന്ന, ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ നൽകാൻ അമ്മമാർ തയ്യാറാകുന്ന, കുട്ടികളെ ഏറ്റെടുക്കാൻ അവർക്ക് അഭയം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകളുള്ള ഇടങ്ങൾ ഇന്നത്തെ ലോകത്ത് വളരെ വിരളമാണ്. പക്ഷെ നമുക്കിടയിൽ തന്നെ നമ്മെ മനുഷ്യരല്ലാതാക്കുന്ന ആളുകളുമുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുത് എന്ന് പറയുന്നവർ ഇക്കൂട്ടക്കാരാണ്. കേന്ദ്ര സഹായം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേരളം ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞ് ക്ഷുഭിതരാകുന്നവർ ഇക്കൂട്ടക്കാരാണ്. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാകുന്ന അമ്മമാരോട് അസഭ്യം പറയുന്ന, ലൈംഗിക ചൊവ്വയിൽ സംസാരിക്കുന്നവർ ഇക്കൂട്ടക്കാരാണ്. ഈ അപകടം കേരളക്കരെ അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കുത്തി നോവിക്കുന്നവർ ഇക്കൂട്ടക്കാരാണ്. ഈ സാഹചര്യത്തെ മുതലെടുത്ത് കരഞ്ഞവശരായവരെ കൂടുതൽ കരയിപ്പിക്കാൻ നോക്കി സെൻസേഷനലിസം ഉണ്ടാക്കുന്നവരും ഇക്കൂട്ടക്കാരാണ്. മരണപ്പെട്ടവരെയും കുടുംബം നഷ്ടപ്പെട്ടവരെയും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് വടിയെടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഇക്കൂട്ടക്കാരാണ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് മനുഷ്യർക്കിടയിൽ ഭീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇക്കൂട്ടക്കാരാണ്. ചെളിയിലിറങ്ങി പണിയെടുക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും സെലിബ്രിറ്റികളും പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നു എന്ന് സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നവരും ഇക്കൂട്ടക്കാരാണ്. ഇത്തരം ആളുകളിൽ നിന്നും കൂടെയാണ് മലയാളിക്ക് രക്ഷപ്പെടേണ്ടത്. ഇവർക്കെതിരെ മതിൽ പോലെ നിൽക്കാനും ഈ സംസ്ഥാനത്തിന് സാധിക്കണം. കാരണം ഈ സംസ്ഥാനം അത് ഇതുവരെ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ മലയാളിയുടെ ഐക്യത്തെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിക്കുന്ന ദുരന്തങ്ങളെ കൂടെ സഹിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല.